Oh, God, no, not now. I have to hide. Get under here. Ah! Stay quiet, stay down. ആന മെലിഞ്ഞാൽ തൊഴുത്തിൽ കെട്ടാമെന്ന് വിചാരിച്ച ട്രംപിന് ഇപ്പോൾ ആകെ കാര്യങ്ങൾ കൈവിട്ടു പോയിരിക്കുകയാണ്. ഫെബ്രുവരി 28-ന് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയെ കൊലപ്പെടുത്തിക്കൊണ്ട് എപിക് ഫ്യൂറി എന്ന പേരിൽ തുടങ്ങിയ ആവേശമൊക്കെ ഇപ്പോൾ തണുപ്പൻ മട്ടിലായിട്ടുണ്ട്. 4 ദിവസം കൊണ്ട് ഇറാനെ മുട്ടുകുത്തിക്കാം, ഭരണം അട്ടിമറിക്കാമെന്ന് വീരവാദം മുഴക്കിയ സാക്ഷാൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ഇപ്പോൾ പറയാനുള്ളത് മറ്റൊന്നാണ്. മതിയായി, നമുക്ക് ചർച്ച നടത്താം. ഇറാനിലെ ഊർജ്ജ പ്ലാന്റുകളെയും വൈദ്യുത നിലയങ്ങളെയും തകർക്കുമെന്ന് 48 മണിക്കൂർ മുമ്പ് അന്ത്യശാസനം നൽകിയ അതേ ട്രംപ് തന്നെ ഇപ്പോൾ അടുത്ത 5 ദിവസത്തേക്ക് ഒരാക്രമണവും പാടില്ലെന്ന് സ്വന്തം സൈന്യത്തിന് കർശന നിർദ്ദേശം നൽകിയിരിക്കുന്നു. തലയണ എന്ന് കരുതി തറയിൽ തലവെച്ചവന്റെ അവസ്ഥയിലാണ് ഇപ്പോൾ അമേരിക്കയും ഇസ്രയേലും. 24 ദിവസം പിന്നിടുമ്പോൾ ഇറാൻ നൽകിയ മാരകമായ തിരിച്ചടികളിൽ ആഗോള ഊർജ്ജ വിപണി പോലും വിറങ്ങലിച്ചു നിൽക്കുകയാണ്. താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീണു എന്ന് പറയുന്നത് പോലെയാണ് അമേരിക്കയുടെ അവസ്ഥ. ഇറാന്റെ എണ്ണപ്പാടങ്ങൾ ആക്രമിച്ചാൽ എണ്ണവില കുതിച്ചുയരുമെന്നും അത് അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലൊടിക്കുമെന്നും ട്രംപ് വൈകിയാണെങ്കിലും തിരിച്ചറിഞ്ഞു. എണ്ണവില ബാരലിന് $115 കടന്ന് കുതിച്ചതോടെ അമേരിക്കയ്ക്കുള്ളിൽ തന്നെ ട്രംപിനെതിരെ പടയൊരുക്കവും തുടങ്ങി. 65% അമേരിക്കൻ ജനതയും ഈ അനാവശ്യ യുദ്ധത്തിനെതിരെ രംഗത്ത് വന്നു കഴിഞ്ഞു. ഇതിനിടയിലാണ് അമേരിക്കയുടെ ഭീകരവിരുദ്ധ കേന്ദ്രം ഡയറക്ടർ തന്നെ രാജിവെച്ചിറങ്ങിയതും. ഈ യുദ്ധം ലോകത്തിന് വേണ്ടിയല്ല, ഇസ്രയേലിന്റെ താല്പര്യത്തിന് വേണ്ടിയുള്ളതാണ് എന്ന അദ്ദേഹത്തിന്റെ തുറന്നു പറച്ചിൽ ട്രംപിന്റെ മുഖത്തേറ്റ കനത്ത പ്രഹരമായി. ഗൾഫ് രാജ്യങ്ങൾക്ക് സുരക്ഷ നൽകുമെന്ന് വീരവാദം മുഴക്കിയവർക്ക് സ്വന്തം താവളങ്ങളെ പോലും സംരക്ഷിക്കാൻ കഴിയുന്നില്ല എന്നതാണ് മറ്റൊരു തമാശ. UAE-യിൽ മാത്രം 8 പേർ കൊല്ലപ്പെട്ടതോടെ അമേരിക്കയുടെ സുരക്ഷാ കവചം എന്ന വാദവും വെറും മൂലപ്പാമ്പാണെന്ന് തെളിഞ്ഞു. ചക്കിക്കൊത്ത ശങ്കരൻ എന്ന മട്ടിൽ ഇസ്രയേലും ട്രംപും ചേർന്ന് നടത്തിയ നീക്കങ്ങൾ ഇപ്പോൾ 8 നിലയിൽ പൊട്ടിയിരിക്കുകയാണെന്നാണ് വസ്തുതകൾ പറയുന്നത്. ഇറാന്റെ വൈദ്യുത നിലയങ്ങൾ തകർക്കാൻ നോക്കിയ ട്രംപിന് ഇറാൻ നൽകിയ മുന്നറിയിപ്പ് കൃത്യമായിരുന്നു. ഞങ്ങളുടെ കറന്റ് പോയാൽ മേഖലയിലെ നിങ്ങളുടെ സൈനിക താവളങ്ങളിലെ ലൈറ്റും ഞങ്ങൾ അണയ്ക്കും. ഇതോടെ സംഗതി പന്തിയല്ലെന്ന് കണ്ട ട്രംപ് ഇപ്പോൾ 2 ദിവസമായി ഇറാനുമായി രഹസ്യ ചർച്ച തുടങ്ങിയിരിക്കുകയാണെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ സ്ഥിരീകരിക്കപ്പെടാത്ത റിപ്പോർട്ടുകളിലൂടെ വ്യക്തമാക്കുന്നത്. ചർച്ച വളരെ ക്രിയാത്മകമാണെന്നും പ്രതീക്ഷ നൽകുന്നതുമാണെന്നുമാണ് ട്രംപിന്റെ പുതിയ പല്ലവി. കണ്ടാൽ അറിയാത്തവൻ കൊണ്ടാൽ അറിയുമെന്ന് പറഞ്ഞതുപോലെ ഇറാന്റെ കയ്യിൽ നിന്ന് നല്ല ഉശിരൻ പ്രഹരം കിട്ടിയപ്പോഴാണ് ട്രംപിന് ചർച്ചയുടെ വില മനസ്സിലായത്. അടുത്ത 5 ദിവസത്തിനുള്ളിൽ ഒരു യുദ്ധവിരാമത്തിലേക്ക് നീങ്ങാനാണ് അമേരിക്കയുടെ ഇപ്പോഴത്തെ ശ്രമം. കൊല്ലപ്പെട്ട നേതാക്കൾക്ക് പകരം പുതിയ നേതൃത്വത്തെ ഇറാൻ കൊണ്ടുവരികയും ജനങ്ങൾ ഭരണകൂടത്തിനു പിന്നിൽ അണിനിരക്കുകയും ചെയ്തതോടെ അമേരിക്കയുടെ റെജീം ചേഞ്ച് സ്വപ്നം പാതി വഴിയിൽ പൊലിഞ്ഞു. ചുരുക്കത്തിൽ പൂച്ചയ്ക്ക് ആരും മണികെട്ടുമെന്ന് ചോദിച്ചവർക്ക് മുന്നിൽ ട്രംപ് തന്നെ പൂച്ചയായി മാറുന്ന കാഴ്ചയാണ് ലോകം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.